ഇന്ന് രാവിലെ 5:30 കൊല്ലങ്കോട് പഞ്ചായത്തിലെ വാഴപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ തോട്ടത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപം കിടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും വനത്തിൽ നിന്നും ഈ തോട്ടത്തിലൂടെ, ഒരു മാവിൻ തോട്ടത്തിലൂടെയും തെങ്ങിൻ തോപ്പും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് രാവിലെ പ്രദേശവാസിയായ പരമേശ്വരൻ എന്നയാളാണ് തോട്ടത്തിൽ വന്ന സമയത്ത് പുലിയെ കാണുകയും പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തത്. നാട്ടുകാരാണ് വനം വകുപ്പിനെ പുലി കുടുങ്ങിയ വിവരം അറിയിക്കുന്നത്. കാലത്ത് ഒരു 7 മണിയാകുന്ന സമയത്ത് ഈ അടുത്ത വീട്ടുകാരനായിട്ടുള്ള അവൻ ചായ കുടിക്കാൻ ആ ചായക്കടയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ പുലി കുടുക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഒരു 10-15 പേരുണ്ട്. അപ്പോൾ പരമൻ പറഞ്ഞ ആളെ കണ്ടത് ഈ പുലിയുടെ കുടുക്കിൽപ്പെട്ടുള്ള നിലവിളി കൊണ്ടാണ്. അദ്ദേഹം കണ്ട ശേഷം പിന്നെ ഞങ്ങൾ കുറേ ആൾ 10-20 പേര് വന്ന് ബന്ധപ്പെട്ടവനെല്ലാം വിളിച്ചറിയിച്ച് അവരെല്ലാം വന്നു. പക്ഷേ ഇത് സ്ഥിരമായിട്ടുള്ള ഈ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. നല്ലപോലെ ഭീതിയുണ്ട്. ഇതിപ്പോൾ പല പ്രാവശ്യമായിട്ട് കാണുന്നതുകൊണ്ട് RRT ടീം കൊല്ലങ്കോടിനെ അനുവദിച്ചു. സ്ഥിരം സാന്നിധ്യം ഉള്ളതുകൊണ്ടാണല്ലോ ആനയാണെങ്കിലും പുലിയാണെങ്കിലും കരടിയൊക്കെ സ്ഥിരം സാന്നിധ്യമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും ഉപദ്രവിക്കാത്തതുകൊണ്ട് വളർത്തുമൃഗങ്ങളെ മാത്രം ഉപയോഗിച്ചു, മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും കാണുന്ന തരത്തിൽ മറ്റേത് രാത്രിയൊക്കെ 9 മണിക്ക് ഇപ്പോൾ വീട്ടിന് മുമ്പിൽ കൂടെ ക്രോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതല്ലാതെ എല്ലാവരും കണ്ടിട്ടില്ല, ആരും പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നില്ല. ഇപ്പോൾ നേരിട്ട് ഇതായപ്പോൾ എല്ലാവർക്കും ഭീതിയാണ്. ഇനി ഇപ്പോൾ പറമ്പിൽ പണിക്ക് വരികയാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിക്കണം. നിരന്തരമായ ആനശല്യമുണ്ട്, പുലിയുടെ ശല്യമുണ്ട്, വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ്. ഈ പ്രദേശവാസികളാകെ ആശങ്കയിലാണ്. അവരുടെ സമാധാന ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇതുണ്ടാകുന്നത്. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാം. ആറു മണിക്കൂറാണ് പുലിയെ രക്ഷിച്ചെടുക്കാൻ ദൗത്യസംഘത്തിന് വേണ്ടി വന്നത്. പുലിയെ ഏറെ നേരം നിരീക്ഷിച്ചതിന് ശേഷം പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിടാനായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ കൂട്ടിലാക്കി മണിക്കൂറുകൾക്കകം പുലി ചത്തു. കമ്പിവേലിയിൽ ഏറെ നേരം കുരുങ്ങിക്കിടന്നതിനാൽ ആന്തരിക അവയവത്തിനേറ്റ പരിക്കാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇത് സ്ഥിരീകരിക്കാനാകൂ.